അസ്സലാമലൈക്കും ബിച്ചസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കാബേജ് പത്തിലാണ്. അതിന് ഞാൻ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. ആവശ്യമായ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കാം. ജസ്റ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. ഉള്ളി അങ്ങനെ ചെറുങ്ങനെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 പച്ചമുളക് അരിഞ്ഞെടുത്ത് കൊടുക്കാം. പച്ചമുളകിന്റെ പച്ചമുളകൊന്ന് മാറട്ടെ. ഇങ്ങനെ പച്ചമുളകിന്റെ പച്ചമുളക് മാറി നമുക്ക് കാബേജ് ഇട്ട് കൊടുക്കാം. ഈ കാബേജിൽ ഞാൻ ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് പരക്കി വെച്ചതാണ്. നമ്മൾ വറവിനെല്ലാം മുറിച്ചിടുന്ന പോലെ മുറിച്ചിട്ടാൽ മതി. ഇനി ഇതിട്ട് കൊടുക്കാം. കാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇറച്ചി മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയേ. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇതിന്റെ പച്ചമണം നിന്ന് മാറട്ടെ. ചെറിയ തീയില് വെള്ളമൊന്നും മൊയ്ക്കാണ്ട് ഇത് വെക്കട്ടെ. മൂടി വെക്കണ്ട കേട്ടോ. മസാല എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇടക്കിടക്കൊന്ന് ഇളക്കണേ, അല്ലാണ്ട് അടിക്ക് പിടിച്ചു പോവും. കൂടെ ഇളക്കിക്കോ. തീ ചെറുങ്ങനെ വെക്കാവൂ. കാബേജ് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്കിതിൻ്റെ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇറച്ചിപ്പത്തിലിന് നമ്മൾ എങ്ങനെയാണോ മാവ് കുഴക്കുന്നത് അതേപോലെ മാവ് കുഴക്കാം. ഇനി മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യമായ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. ഇറച്ചിപ്പത്തിലുള്ള ബോൾസ് ആക്കും പോലെ ഇത് നോക്കാം. അങ്ങനെ നമ്മുടെ കാബേജ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ സമയം തന്നെ ഈ കാബേജ് റെഡിയാകുന്ന സമയത്ത് തന്നെ ബോൾസ് ആക്കി ഒന്ന് പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഫില്ലിംഗ് ആക്കാം. ഇറച്ചിപ്പത്തിലാക്കും പോലെ തന്നെ ആക്കാൻ മതിയേ. നമുക്കിത് മടക്കാം. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഫില്ലിംഗ് എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് പൊരിച്ചെടുത്തിട്ട് വരാം. ഞാനിവിടെ പാന് വെച്ചിരുന്നു. ഫില്ലിംഗ് റെഡിയാകുന്ന സമയത്ത് പാനിൽ ഓയിൽ ഒഴിച്ച് അത് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം.
കാബേജ് പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ റെഡിയാകുന്ന സമയത്ത് ഞാൻ ഏലക്കായ് ചായ കൂടി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും വീട്ടിൽ കാബേജ് പത്തിൽ റെഡിയാക്കണം. ഇറച്ചി പത്തിലിനേക്കാളും നല്ല ടേസ്റ്റിയുള്ള കാബേജ് പത്തിലാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ റെഡിയാക്കണം. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക. അങ്ങനെയാണെങ്കിൽ നമ്മളിടുന്ന പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.